പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 7 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിക്ക് തുടക്കമായി. പ്രിൻസിപ്പൽ ഡോക്ടർ ആന്റണി ജോസഫ് കല്ലമ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ ഇടുക്കി ഡിഇഒ ആൻസൺ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. രണ്ടാമത്തെ യുവ ആപ്ത മിത്ര സ്കീം പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന ക്യാമ്പാണ്. ഒന്നാമത്തെ ക്യാമ്പ് നമ്മൾ ഏപ്രിൽ 16 മുതൽ 24 വരെ തീയതികളിൽ മൂന്നാർ ചിന്നക്കന ഹൈസ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു. അത് 7 ദിവസത്തെ ക്യാമ്പായിരുന്നു. അത് വെക്കേഷൻ ആയിരുന്നതുകൊണ്ട് ഫുൾ ടൈം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് റെസിഡൻഷ്യൽ ക്യാമ്പുമായിരുന്നു. റെസിഡൻഷ്യൽ ക്യാമ്പായതുകൊണ്ട് ഒരുപാട് വെറൈറ്റി പ്രോഗ്രാംസ് അവിടെ കുട്ടികൾക്ക് രാവിലെ അവിടെ കിടന്നുള്ള ക്യാമ്പായതുകൊണ്ട് സ്വിമ്മിങ്, കരാട്ടെ, അതുപോലെയുള്ള എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു. രാവിലെ ഫുൾ ടൈം, രാവിലെ 6 മണി മുതൽ വൈകുന്നേരം കിടക്കാൻ നേരത്തെ ഒരു 9:30 വരെ ഫുൾ ടൈം പ്രോഗ്രാം എന്റർടൈൻമെന്റ് ഉണ്ട്. സ്വിമ്മിങ് ഉണ്ട്, കരാട്ടെ ഉണ്ട്, യോഗ ക്ലാസ് ഉണ്ട്. അതുകൂടാതെ വേറെ ട്രെക്കിങ്, അങ്ങനെ അനുയോജ്യമായ ഒരുപാട് സ്ഥലങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പം ആ ഫെസിലിറ്റീസിൽ നമുക്കറിയാം ഇതൊരു നോൺ റെസിഡൻഷ്യൽ ക്യാമ്പാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. എങ്കിൽ പോലും കിട്ടുന്ന സമയപരിമിതിക്കുള്ളിൽ രാവിലെ ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 3:30 വരെയുള്ള സമയമാണ്. ആ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന രീതിയിൽ എല്ലാ തരത്തിലുള്ള ക്ലാസ്സുകളെല്ലാം ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെയും NDRFിന്റെയും ഒക്കെ ക്ലാസ്സുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ക്ലാസ്സുകളിലെല്ലാം സംബന്ധിച്ച് നിങ്ങൾക്ക് പരമാവധി അറിവുകൾ നേടാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ ക്യാമ്പ് ഒരു നല്ല അനുഭവമായി തീർക്കാനായിട്ട് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഇടുക്കി ജില്ലാ കമ്മീഷണർ ഡേവിഡ് ജോസഫ്, സെക്രട്ടറി റീനാമോൾ PK, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ട്രെയിനർ സിറിൽ ജോസ്, NSS പ്രോഗ്രാം ഓഫീസർ നാൻസി ഡി ക്രൂസ്, IQAC കോർഡിനേറ്റർ നൈസ് ജോസ്, കോളേജ് അസിസ്റ്റന്റ് സെക്രട്ടറി ജോസ് ആന്റണി എന്നിവർ സംസാരിച്ചു. നമുക്ക് താഴെക്കോട്ടിക്കലിൽ ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ കുട്ടികളും ഈ കോളേജിലെ സ്റ്റാഫും ഒക്കെ അതിനകത്ത് അന്നത്തെ രക്ഷാപ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്തത് ഞാൻ വളരെ സന്തോഷപൂർവ്വം സ്മരിക്കുകയാണ്. അതിനുശേഷമാണ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ മോളിൽ അവരുടെ കുറേ സംവിധാനങ്ങൾ, പ്രൊജക്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ കോളേജിന് മോളിൽ സ്ഥാപിക്കാൻ മാനേജ്മെന്റ് അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മുന്നോട്ടും നിങ്ങൾ 108 പേരാണ് പങ്കെടുക്കുന്നത്. നിങ്ങൾ വാലിയേഴ്സായി ഈ സമൂഹത്തിന്റെ നാനാവിധ പുരോഗതിക്ക് വേണ്ടി ഒരു കാവലും കാമ്പുമാകുവാൻ, ഒരു വഴിയും വഴിവിളക്കുമാകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതാണ് ഈ പ്രവർത്തനങ്ങൾ. ഇവിടെ പ്രസംഗങ്ങൾക്ക് അപ്പുറം പ്രവർത്തികൾക്കാണ് ഈ ടീം നേതൃത്വം കൊടുക്കുന്നത് എനിക്കറിയാം. നിങ്ങൾ ഓരോരുത്തരും അത് പരമാവധി അത് മുതലാക്കിയെടുത്തിട്ട് കോളേജിന് മാത്രമല്ല സമൂഹത്തിനും ഏറെ പ്രയോജനം നൽകുന്ന പുതിയ ഒരു തലമുറയുടെ കാവലാളായി മാറണം. സാറ് DO സാറ് പറഞ്ഞു കോളേജുകളിലൊക്കെ പല ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ കോളേജിൽ ഇതുവരെയും അങ്ങനെ പ്രശ്നത്തിന് നമുക്ക് ഇതുവരെയും സാക്ഷ്യം വഹിക്കേണ്ടി വന്നില്ല എന്ന സന്ദർഭത്തിൽ ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞാണ് ഓരോ ദിവസവും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ രാവിലെ എല്ലാ ദിവസവും ടീച്ചേഴ്സിനോട് എല്ലാ ദിവസവും 45 സെക്കൻഡിൻ്റെ ഒരു കഥ പറയും. അപ്പോൾ ഇന്ന് ഞാൻ അവരോട് പറഞ്ഞത് പരുന്തിൻ്റെയും മാലിയോ എന്ന് വിളിക്കുന്ന പക്ഷിയുടെയും സിൽക്കത്തിൻ്റെയുമാണ്. ഇതൊക്കെ ഒറ്റയ്ക്ക് നടക്കുന്നതാണ്. മാലിയോ എന്ന് വിളിക്കുന്ന പക്ഷിയാണെങ്കിലും 20 കിലോമീറ്റർ നടന്നു പോയിട്ട് 1 മീറ്റർ ആഴത്തിൽ മണലിൽ മുട്ട ഇട്ടിട്ട് അപ്പം തന്നെ ഉപേക്ഷിച്ചു പോകും. സമയത്തിന്റെയും കാലത്തിന്റെയും മികവില് ഈ മുട്ട വിരിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ 3 ദിവസം കൊണ്ടാണ് ഈ 1 മീറ്റർ ആഴത്തിൽ നിന്ന് കയറി വന്ന് സ്വയം ജീവിക്കുക, സെൽഫ് മെയ്ഡ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സെൽഫ് മെയ്ഡായി മാറണം. ഒപ്പം സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും അവരുടെ രക്ഷാപ്രവർത്തനങ്ങളിലും പങ്കെടുത്ത് നല്ല തീര ദേശാഭിമാനികളായി മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പരിശീലനത്തിന്റെ ഭാഗമായി റിവർ ക്രോസിംഗ്, ഫയർ വാക്ക്, ട്രീ ക്ലൈംബിംഗ്, റാപ്പലിംഗ്, സാഹസിക യാത്ര, അടിയന്തര സാഹചര്യങ്ങളിൽ ഇടപെടലുകൾ, സുരക്ഷാ മാർഗങ്ങൾ എന്നിവയിലും പരിശീലനം ഉണ്ടായിരിക്കും. പരിശീലനത്തിന് ആവശ്യമായ കിറ്റും ഉദ്ഘാടന ദിവസം വിതരണം ചെയ്തു.